ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ രാവിലെയുള്ള ഫുഡാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ കഴിക്കുന്ന ഓട്സ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൽ ഒരു 1/4 ഭാഗം പാലും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലാണ് ഓട്സ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഓട്സ് ഒരു 1/2 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് ഒരു കപ്പ് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതായത് പാല് ചൂടായിട്ടാണ് ഓട്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുറുകി വരും. അപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല കഴിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നട്ട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറേ പ്രോട്ടീൻസും കൂടെ നമുക്ക് കിട്ടണമല്ലോ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഒന്നും കഴിക്കാതെ നമുക്ക് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അത് കാരണം എല്ലാ ന്യൂട്രീഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡയറ്റ് എടുക്കാനായിട്ട്. അപ്പം ഞാനിതിനകത്തേക്ക് ഒരു 2 ഡേറ്റ്സ് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പംകിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനായാലും നമ്മുടെ ഹെൽത്തിനായാലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് പംകിൻ സീഡ്സ്. അപ്പോൾ അത് ഒരു സ്പൂൺ മതി, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാം ഞാൻ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 10 ബദാമാണ് എടുക്കുന്നത്. 10 ബദാം അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അരിഞ്ഞിട്ടാലും മതി. പക്ഷെ ഗ്രേറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു കഴിക്കാൻ കുറച്ചുകൂടെ ഒരു രസമാണ്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചിലപ്പോൾ ക്യാഷ്നട്ട് ഇടാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സാണ് ഞാനെന്നും കഴിക്കുന്നത്. ഇനി ഇത് ഓട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാം. പല പല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പല പല റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് ഓട്സ് വെച്ച് കഴിക്കാം. ഓട്സ് ഭയങ്കര വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതേ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് കഴിക്കാം. പിന്നെ ഞാനിതിൽ മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഡേറ്റ്സിൻ്റെ മധുരം കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേനോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും ഇടാം. പഞ്ചസാര, അതായത് വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. അവനെ നമുക്ക് ആവശ്യമില്ല വെയിറ്റ് ലോസിന്. ഇപ്പോൾ വെയിറ്റ് ലോസ് നോക്കുന്നൊരു വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. ഓക്കെ, ഇനി ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടൊപ്പം കഴിക്കുന്നത് ബ്രൊക്കോളിയാണ്. അപ്പോൾ ബ്രൊക്കോളി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അടർത്തി എടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് വെള്ളത്തിലിട്ടൊന്നും ഭയങ്കരമായിട്ട് വേവിച്ചൊന്നും എടുക്കുന്നില്ല. അതിൻ്റെ ഗുണങ്ങൾ അധികം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വേവിച്ച് ആവിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. അതിനുശേഷം ഇത് ജസ്റ്റ് ബട്ടറിലിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിനെ ഒന്ന് മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രൊക്കോളി. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടൊപ്പം ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചട്നി, തേങ്ങ വെച്ചിട്ടുള്ളൊരു ചട്നിയുണ്ട്. ഇപ്പോൾ ഓവനിലൊരു 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമുക്കതൊന്ന് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വേഗത്തുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണങ്ങൾ അധികം നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ
ബ്രൊക്കോളി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് സവോള, അത് ഒരു ചെറിയൊരു സവോള എടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴണ്ടതിന് ശേഷം അതിലേക്ക് ബ്രൊക്കോളി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബ്രൊക്കോളി ഓൾറെഡി വെന്തതാണ്, പിന്നെ ഒരുപാട് നേരം നമ്മളിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക്, പെപ്പർ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പെപ്പർ ഭയങ്കര നല്ലതാണ് വെയിറ്റ് ലോസിനല്ല, പൊതുവെ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മെറ്റാബോളിസം റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. അത് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ്. അതുപോലെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദേ ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി വേറെ ഒന്നുമില്ല, ചപ്പാത്തിയുടെ ചുട്ടെടുത്താൽ ലഞ്ച് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. 2 ചപ്പാത്തിയാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ബ്രൊക്കോളിയും പിന്നെ കുറച്ച് തേങ്ങാ ചട്നി. ഇത്രയാണ് എൻ്റെ ഉച്ചലത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉച്ചലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഉച്ചലത്തെയും അതുപോലെ തന്നെ രാവിലത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയിലത്തെ ഫുഡ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിക്കാം, ഭയങ്കര ലൈറ്റായിട്ട്. കാരണം രാത്രി സമയം നമ്മുടെ ദഹനം ഭയങ്കര സ്ലോ ആണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫുഡ് ഭയങ്കര ദഹിക്കാൻ പാടുള്ള ടൈപ്പ് ഫുഡും അല്ലെങ്കിൽ കുറേ വയറ് നിറയുന്ന പോലെ ഫുഡൊന്നും രാത്രി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറുന്ന രീതിയിൽ കഴിക്കാം. അതും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാം. ഇനി ഞാൻ ചായ കുടിക്കും. അതെനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് വൈകുന്നേരം. ഓക്കെ, അപ്പോൾ ചായ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ഈ ചായ കുടിക്കുമ്പോൾ ഞാൻ അധികം കടുപ്പം യൂസ് ചെയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ചായ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ കഴിക്കുന്നത് ഒരു ബണ്ണാണ്. ഇത് ഗോതമ്പിൻ്റെ ബണ്ണാണ് കേട്ടോ, ചെറിയൊരു ബൺ. ഇപ്പോൾ വീറ്റാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു രാത്രി ഞാൻ വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. അത് കാരണം ഒരു ബണ്ണും കുറച്ച് ചായയും വൈകുന്നേരത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നൈറ്റ് കഴിക്കുന്നതെന്ന് പറയുന്നത് ഫ്രൂട്ട്സാണ്. അപ്പം ഞാൻ ഒരു ആപ്പിളും ഒരു ബനാനയും എടുത്തിട്ടുണ്ട്, ഏത്തപ്പഴം. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ രാത്രി കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ട് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ദിവസത്തെ ഫുഡാണിത്. ഓരോ ദിവസവും പല പല ടൈപ്പ് ഫുഡായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ലോസ് എടുക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.